കുറച്ചു വർഷം പിന്നിലേക്ക് പോകാം. വർഷം 2016. ഇന്ത്യയിലടക്കം ലോകത്ത് പല ഭാഗങ്ങളിലും 14നും 18നും ഇടയിലുള്ള കുട്ടികൾ ജീവനൊടുക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുള്ളതായി വീട്ടുകാർക്കോ സ്കൂളുകൾക്കോ കൂട്ടുകാർക്കോ അറിയില്ല. പിന്നാലെ ഇന്റർനെറ്റിലാകെ നീലത്തിമിംഗലത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. നമ്മുടെ കുട്ടികളുടെ ജീവൻ എടുക്കുന്ന ഒരു ചലഞ്ച്. ആ ഗെയിമാണ് വില്ലൻ. കുട്ടികളുടെ ഓൺലൈൻ ഉപയോഗം സൂക്ഷ്മമായി പരിശോധിക്കാൻ സ്കൂളുകൾ മുതൽ രാജ്യത്തലവന്മാർ വരെ മുന്നറിയിപ്പ് നൽകുന്നു. കൗമാരക്കാരെ ലക്ഷ്യമിട്ടുള്ള സൂയിസൈഡൽ ഗെയിം ആയിട്ടാണ് ബ്ലൂ വെയിൽ ചാലഞ്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല മരണങ്ങൾക്കും ഈ ചാലഞ്ചുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഈ ഗെയിമിനെ കുറിച്ച് പ്രചരിച്ച കാര്യങ്ങൾക്ക് വസ്തുതകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഈ ചലഞ്ചിന്റെ ആദ്യത്തെ ടാസ്കുകൾ നിരുപദ്രവകരമായിരുന്നു. അർദ്ധരാത്രി ഉറക്കമുണരുക, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു സിനിമ കാണുക, അങ്ങനെ. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ടാസ്കുകൾ കൂടുതൽ അപകടകരമായി മാറിക്കൊണ്ടിരുന്നു. ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ കയറി അറ്റത്ത് പോയി നിൽക്കുക, കയ്യിൽ കത്തിക്കൊണ്ട് തിമിംഗലത്തിന്റെ രൂപം വരയ്ക്കുക, അങ്ങനെ തുടങ്ങി അവസാനം ചാലഞ്ച് ഏറ്റെടുത്തയാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കണം. റഷ്യയിൽ നിന്നും തുടങ്ങിയതെന്ന് പറയപ്പെടുന്ന ഈ ചാലഞ്ച് പിന്നീട് ഇന്ത്യയടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. നൂറുകണക്കിന് മരണങ്ങൾക്ക് ബ്ലൂ വെയിൽ ചാലഞ്ചുമായി നേരിട്ട് ബന്ധം ആരോപിച്ചു. എന്നാൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിചിത്രമായ മറ്റൊരു കാര്യമായിരുന്നു. ഈ മരണങ്ങളിൽ ഒന്നുപോലും ഈ പറയുന്ന ബ്ലൂ വെയിൽ ഗെയിം വഴിയാണ് സംഭവിച്ചതെന്ന് പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയിലെ ഒരു പ്രാദേശിക പത്രമാണ് ഇതിനെക്കുറിച്ച് ആദ്യം വാർത്ത നൽകിയത്. ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അംഗങ്ങളായ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു വാർത്ത. എന്നാൽ ആ കുട്ടികൾക്കെല്ലാം നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നുവെന്നും ഗെയിം അവരെ ഇതിന് പ്രേരിപ്പിച്ചു എന്നതിന് തെളിവില്ലെന്നും പിന്നീട് കണ്ടെത്തി. വാർത്തകൾ പ്രചരിച്ചതോടെ ലോകമെമ്പാടും ഇത് ഭയപ്പാട് സൃഷ്ടിച്ചു. ഈ പേടി കാരണം പല മരണങ്ങളും ആളുകൾ ബ്ലൂ വെയിലായി വ്യാഖ്യാനിച്ചു. തെക്കുകിഴക്കൻ റഷ്യയിലുള്ള റീന പെലൻകോവ എന്ന കൗമാരക്കാരി ഒരു സെൽഫി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വായും മൂക്കും കറുത്ത സ്കാർഫ് കൊണ്ട് മൂടി നടുവിരൽ ഉയർത്തിക്കാട്ടിയുള്ള ഒരു സെൽഫി. പെട്ടെന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷേ ഒന്നുകൂടി നോക്കിയാൽ അവളുടെ വിരലിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. കൂടെ റഷ്യൻ ഭാഷയിൽ ഗുഡ് ബൈ എന്ന് എഴുതിയ കുറിപ്പും. ഈ സെൽഫി പോസ്റ്റ് ചെയ്ത അടുത്ത ദിവസം റീന ജീവനൊടുക്കി. റീനയുടെ മരണം റഷ്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വിക്കോണ്ടക്റ്റയിൽ ഒരു ഗ്രൂപ്പിൽ വലിയ ചർച്ചയായി. റഷ്യയിലെ കൗമാരക്കാരായിരുന്നു ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം മെമ്പർമാരും. സ്കൂളിലെ വിശേഷങ്ങളും പ്രണയങ്ങളും തുടങ്ങി ഡിപ്രഷനും ആത്മഹത്യയും വരെ കൗമാരക്കാർ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ഉള്ളതും ഉണ്ടാക്കിയതുമായി നിറം പിടിപ്പിച്ച കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു പാരലൽ വേൾഡ്. ഫേക്ക് ചിത്രങ്ങളും കൃത്രിമം കാണിച്ച വീഡിയോകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ലോകം. റിയലും ഫിക്ഷനും തമ്മിലുള്ള അതിരുകൾ പലപ്പോഴും ഇല്ലാതാകുന്ന ഈ ഗ്രൂപ്പുകളിൽ റിനയെക്കുറിച്ചുള്ള പല കഥകളും പ്രചരിച്ചു. സ്വന്തം ജീവനെടുത്ത റിനയുടെ അവിവേകത്തെ പുകഴ്ത്തുക പോലുമുണ്ടായി. സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് കഥകൾ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ആ പെൺകുട്ടി എന്തിനു മരിച്ചു എന്നതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പലരും മറന്നുപോയി. മെല്ലെ മെല്ലെ റിനയുടെ മരണവും ആത്മഹത്യ ചെയ്ത മറ്റ് കൗമാരക്കാരുടെ കഥകളുമായി കൂട്ടിക്കലർത്തപ്പെട്ടു. റീന മരണപ്പെട്ട് കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഡിസംബർ 25-ന് റഷ്യയിലെ റിയാസാൻ സിറ്റിയിൽ 12 വയസ്സുള്ള ആഞ്ചലീന ഡേവിഡോവ ആത്മഹത്യ ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷം അതേ നഗരത്തിലുള്ള ഡയാന കുസ്നെറ്റ്സോവ എന്ന കൗമാരക്കാരിയും മരിക്കുന്നു. ഇവരുടെ ഓൺലൈൻ ഇടപെടലുകളെ കുറിച്ച് മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് 2 പെൺകുട്ടികളും ഒരേ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടികൾ സജീവമായിരുന്ന ഗ്രൂപ്പുകളിൽ റീന പെലൻകോവയുടെ ചിത്രങ്ങളും നീലത്തിമിംഗലത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരുന്നു. കുട്ടികളുടെ ആത്മഹത്യക്ക് നീലത്തിമിംഗലവുമായി എന്താണ് ബന്ധം? എന്തിനാണ് ഇങ്ങനെ ഒരു പേര് കൗമാരക്കാർക്കിടയിൽ സജീവ ചർച്ചയായത്? അതിനെക്കുറിച്ച് പല തിയറികളുമുണ്ട്. 2016 മെയ് മാസത്തോടു കൂടിയാണ് ബ്ലൂ വെയിലുകളെ കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ റഷ്യയിൽ ഒരു ദേശീയ വിഷയമായി മാറിയത്. ഓഷ്യൻ വെയിൽസ്, F57 തുടങ്ങിയ പേരുകളിലുള്ള ചില ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ചർച്ചയായ ഗെയിമിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തക ഗലീന മുർസലിവയുടെ ലേഖനമായിരുന്നു ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഈ ഗെയിമിൽ ക്യൂറേറ്റർമാർ എന്ന് വിളിക്കപ്പെടുന്നവർ കളിക്കാർക്ക് 50 ദിവസത്തിനുള്ളിൽ 50 ടാസ്കുകൾ നൽകും. അവസാന ദിവസം സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ കളിക്കാരോട് ആവശ്യപ്പെടും. ഈ ഗ്രൂപ്പുകളിൽ സജീവമായ 130 കുട്ടികളെങ്കിലും 2015 നവംബറിനും 2016 ഏപ്രിലിനും ഇടയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാമെന്നായിരുന്നു ലേഖനത്തിൽ പറഞ്ഞിരുന്നത്.
ഇതാണ് പിന്നീട് ലോകമെമ്പാടും ബ്ലൂ വെയിൽ ചാലഞ്ച് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ബ്ലൂ വെയിൽ അങ്ങനെ ലോകം മുഴുവൻ ചർച്ചയാകുന്ന സമയം 2016 നവംബർ മാസത്തിൽ 21 വയസ്സുള്ള ഫിലിപ്പ് ബുഡൈക്കേൻ എന്ന യുവാവ് റഷ്യയിൽ അറസ്റ്റിലായി. ആരോപിക്കപ്പെട്ട കുറ്റം കൗമാരക്കാരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. ചിലർ ജൈവ മാലിന്യങ്ങളാണെന്നും അവരെ ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കി സമൂഹത്തെ ശുദ്ധീകരിക്കുകയാണ് താൻ ചെയ്തതെന്നുമുള്ള ബുഡൈക്കിന്റെ കുറ്റസമ്മതം കേരളത്തിലെ മാധ്യമങ്ങളിൽ വരെ വാർത്തയായി. കൗമാരക്കാരായ 2 പെൺകുട്ടികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്ന ബുഡൈക്കിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 2017 അയാൾക്ക് 3 വർഷവും 4 മാസവും തടവ് ശിക്ഷ വിധിച്ചു. ബുഡൈക്കിന്റെ ശിക്ഷാ കാലാവധി ഇതിനകം അവസാനിച്ചിട്ടുണ്ടാകണം. അയാൾ ഇപ്പോൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. ബുഡൈക്കിന്റെ ഇഷ്ടവിഷയങ്ങളിൽ കമ്പ്യൂട്ടറിനൊപ്പം മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു. അത് ഇലക്ട്രോണിക് സംഗീത വിഭാഗമായ വിച്ച് ഹൗസ് നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നതായിരുന്നു. 2013 F-57 എന്ന പേരിൽ ഗെയിം നിർമ്മിച്ചതെന്ന് ബുഡൈക്കിൻ പറഞ്ഞത്. റഷ്യയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ബ്ലൂ വെയിൽ ചാലഞ്ചിനെ കുറിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടും ഒരു ആത്മഹത്യ പോലും ഈ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇതുവരെ പത്രപ്രവർത്തകർക്കോ പോലീസിനോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആത്മഹത്യയുടെ കാരണം എങ്ങനെ തെളിയിക്കാൻ കഴിയും? വിഷാദ രോഗം അനുഭവിക്കുന്ന ആത്മഹത്യാ പ്രവണതയുള്ള കൗമാരക്കാർ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്നതാകും കൂടുതൽ കൃത്യം. ഈ കുട്ടികൾ തന്നെയാകാം തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ബ്ലൂ വെയിൽ പോലുള്ള ചിത്രങ്ങൾ ഓൺലൈനിൽ ഉപയോഗിച്ചത്. ബുഡൈക്കിനെ കുറിച്ച് അയാളുടെ സുഹൃത്തുക്കളും അടുത്തറിയാവുന്നവരും പറയുന്നത് മറ്റൊരു കഥയാണ്. കൗമാരക്കാരായ കുട്ടികളെ ആത്മഹത്യയിലേക്ക് മനഃശാസ്ത്രപരമായി തള്ളിവിടുന്ന ദുഷ്ടനായ സൂത്രധാരനായിരുന്നില്ല അയാൾ. തന്റെ സംഗീതം പ്രചരിപ്പിക്കാനും കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാനും വേണ്ടി റീന പെലങ്കോവയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബുഡൈക്കിൻ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയായിരുന്നു അത്രേ. ബുഡൈക്കിൻ അറസ്റ്റിലായപ്പോൾ അയാൾക്കെതിരെ 15 പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത മാസമായപ്പോഴേക്കും ഒന്നൊഴികെ ബാക്കിയെല്ലാം തള്ളിപ്പോയി. ബ്ലൂ വെയിൽ ചാലഞ്ചിന്റെ പിന്നിലെ സത്യം വാർത്തകൾ വന്നതിനേക്കാൾ സങ്കീർണമാണ്, എന്നാൽ ലളിതവുമാണ്. റഷ്യയിൽ യുവാക്കൾക്കിടയിലുള്ള ആത്മഹത്യാ നിരക്ക് കൂടുതലാണ്. ലോകത്തിലെ തന്നെ കൗമാരക്കാരുടെ ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. വിചിത്രമായ മീമുകളും സത്യവും മിഥ്യയും കലർന്ന പേടിപ്പെടുത്തുന്ന കഥകളും നിറഞ്ഞ കൗമാരക്കാരുടെ മെസ്സേജിംഗ് ഗ്രൂപ്പുകളെ മുതിർന്നവർ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ സാധ്യതയുണ്ട്. പത്രപ്രവർത്തകരും ആശങ്കാകുലരായ മാതാപിതാക്കളും ഈ ഗ്രൂപ്പുകളിൽ പ്രവേശിക്കുകയും അവിടെ കണ്ട വ്യത്യസ്ത കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതാകാൻ സാധ്യതയുണ്ട്. റഷ്യൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അലക്സാൻഡ്ര ആർഖിപോവയുടെ കണ്ടെത്തലുകളും ഇതാണ് സൂചിപ്പിക്കുന്നത്. ബ്ലൂ വെയിൽ ചാലഞ്ചുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ഓൺലൈൻ ഗ്രൂപ്പുകളിൽ അവരും സഹപ്രവർത്തകരും പ്രവേശിച്ചപ്പോൾ കണ്ടത് വിചിത്രമായ കാര്യങ്ങളാണ്. ഈ ക്യൂറേറ്റർമാർ എല്ലാവരും 12നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികളായിരുന്നു. മുതിർന്നവർക്ക് പകരം ഈ ഗെയിമിനെ കുറിച്ച് കേട്ടറിഞ്ഞ കുട്ടികളായിരുന്നു ഈ ക്യൂറേറ്റർമാർ. അതെ, ചില കൗമാരക്കാർ ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഓൺലൈൻ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ബ്ലൂ വെയിൽ മീമുകളും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദുർബലരായ കൗമാരക്കാരെ വലയിലാക്കി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു നിഗൂഢ ഗെയിം എന്നത് സങ്കീർണമായ ഒരു പ്രശ്നത്തിന് നൽകുന്ന ലളിതമായ ഒരു വിശദീകരണം മാത്രമാണെന്നാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച മാധ്യമപ്രവർത്തകരും ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നത്.